എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. എൻ്റെ പേര് ജയനാരായണൻ. മലബാർ പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം ലാബ് ഡെമോൺസ്ട്രേറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ടാബുലാർ കോളം നമുക്ക് എങ്ങനെ വരയ്ക്കാം, അതിന്റെ കാൽക്കുലേഷൻസും നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഒരു ടാബുലാർ കോളം വരയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മെമ്മറിയിൽ അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ടാബുലാർ കോളം വേണം. അതിനുള്ള കോളംസ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ടേബിൾ ഇൻസൈഡിൽ ടേബിൾ വെച്ചിട്ട് ചെയ്യണം. ഒരു വേർഡ് ഫോർമാറ്റിലാണ് ചെയ്യുന്നത്, നിങ്ങൾ വരച്ച് ചെയ്യാം. അപ്പൊ ഒരു ഇൻസൈഡ് ടേബിൾ കൊടുക്കാം. ഓക്കെ, 12 കോളംസും 4 റോസും ആണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പൊ ടാബുലർ കോളം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 4 റോസ് ഉണ്ട്. 1, ഇവിടെ 2, 3, 4. ഒന്നാമത്തെ റോ പറയുന്നത് എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. രണ്ടാമത് കണ്ടെത്തുന്നതിന് വേണ്ട ഇക്വേഷൻസ് എന്താണ്, അതാണ് സെക്കൻഡ് റോയിൽ മെൻഷൻ ചെയ്യേണ്ടത്. മൂന്നാമത്തെ റോ ഇതിനകത്ത് എന്താണ് അതിന്റെ യൂണിറ്റ്സ് എന്നുള്ള കാര്യങ്ങളും സ്പെസിഫൈഡ് ആയിട്ട് കൊടുത്തിരിക്കണം. നാലാമത് നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന കാൽക്കുലേഷൻസ്, ആ കാൽക്കുലേഷന്റെ ഫൈനൽ ആൻസർ എന്താണ്, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വാല്യൂസ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് കാൽക്കുലേഷൻസ് എഴുതി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻ ഷീറ്റിൽ ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതിൽ കിട്ടുന്ന ഫൈനൽ ആൻസറുകൾ മാത്രമേ നമ്മൾ ഈ ഓരോ കോളങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റോയിലായിട്ട് ഫൈനൽ ആയിട്ടുള്ള നാലാമത്തെ റോയിലായിട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓരോ കോളങ്ങളിലും കിട്ടുന്ന ആൻസറുകൾ മാത്രം എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം നമുക്ക് കണ്ടെത്തേണ്ടത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് പുറകിലേക്ക് പോവാം. ഓക്കെ, ഫൈനലായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇവിടെ പ്ലേസ് ചെയ്യണം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി പറയാം. എഫിഷ്യൻസി നമ്മൾ എപ്പോഴും പെർസെൻറ്റേജിലല്ലേ പറയാം, അപ്പൊ നമുക്കവിടെ പെർസെൻറ്റേജ് എന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് കിട്ടേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഔട്ട്പുട്ടും മറ്റൊന്ന് ഇൻപുട്ടും. അപ്പൊ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനുമായിട്ടുള്ള രണ്ട് കോളംസ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം, സോറി ഇൻപുട്ട് എന്ന് കൊടുക്കാം, ഇവിടെ ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം, ഔട്ട്പുട്ട്. ഓക്കെ, ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ട ഇക്വേഷൻസ് നമ്മൾ ഈ രണ്ട് കോളങ്ങളിലായിട്ട് കൊടുക്കണം. ഇൻപുട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3600 ഇൻറ്റു എൻ ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ടി എം. ഓക്കെ, ടി എം അതൊരു ടൈമാണ്, രണ്ട് ടൈം എടുക്കുന്നതുകൊണ്ട് ഒന്നിനെ നമ്മൾ ടി എം എന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, രണ്ടാമത് ഇനി ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ നോക്കാം, റോ ജി ക്യു എച്ച് ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇൻപുട്ടും ഔട്ട്പുട്ടും പവറിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ടിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, നമുക്ക് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും കണ്ടെത്താൻ വേണ്ട ഡാറ്റകളാണ് നമുക്ക് ഇനി ഈ കോളങ്ങളിൽ മുഴുവനായിട്ട് ആവശ്യം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് കണ്ടെത്തുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം? ഇവിടെ 3600 എന്ന് പറയുന്നത്, 3600 എന്ന് പറയുന്നത് കൺവേർഷന് വേണ്ടിയിട്ടാണ്. 3600 സെക്കൻഡ്സ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് നമുക്കറിയണം. അതേപോലെ തന്നെ 0.8. ഓക്കെ, 0.8 എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു 80% എഫിഷ്യൻസി ഉള്ള ഒരു മോട്ടറാണ് നമ്മൾ പമ്പിന്റെ പ്രൈം മൂവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പമ്പിന്റെ മോട്ടറിന്റെ എഫിഷ്യൻസി ഒരു ഫാക്ടർ ആണ് ഇൻപുട്ടിൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് ഇവിടെ 0.8 കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറയുന്നത് എനർജി മീറ്റർ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റന്റിന് കെ എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് ആ വാല്യൂ എത്രയാണെന്നുള്ളത് കൊടുക്കാം. നമുക്ക് 3200 ആണ് എനർജി മീറ്റർ കോൺസ്റ്റന്റ്, അതുകൊണ്ട് തന്നെ 3200 എന്ന് കൊടുത്തു. ഇനി ഒരു നിശ്ചിത എണ്ണം ഇമ്പൾസിന് എത്ര സമയം വേണം എന്നാണ് നമ്മൾ നോക്കിയിരുന്നത്, അല്ലെ? അല്ലാതെ 3200 ഇമ്പൾസ് നമുക്ക് എണ്ണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത എണ്ണം ഇമ്പൾസിന് എത്ര സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻപുട്ടിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്നും
ടി എമ്മും ആണ് കാണേണ്ടത്. അതായത് നിശ്ചിത എണ്ണം എത്രയാണ്, അതേപോലെ തന്നെ ടൈം എത്രയാണ്. നമുക്കിവിടെ അതിന് രണ്ട് കോളംസ് നമുക്ക് ഇൻപുട്ടിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഇവിടെ കൊടുക്കാം, ഇവിടെ എൻ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ടൈം എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇതിൽ എൻ എന്താണ്? നമ്പർ ഓഫ് ഇമ്പൾസസ്. ഓക്കെ, അത്ര മതി. എത്രയാണ് നമ്മൾ എടുക്കുന്നത് അത്ര മതി. ഇവിടെ നമുക്ക് അതിന് ഇമ്പൾസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇമ്പൾസസ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത് ടൈം ടേക്കൺ ഫോർ എൻ നമ്പർ ഓഫ് എനർജി മീറ്റർ ഇമ്പൾസസ്. ഓക്കെ, എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത്ര മതി. ടൈം ടേക്കൺ ഫോർ എൻ നമ്പർ ഓഫ് ഇമ്പൾസസ്. അവിടെ ടൈം ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ യൂണിറ്റ് സെക്കൻഡ് എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് വേണ്ട ഡാറ്റകളായി, ഇൻപുട്ടിന് വേണ്ട ഡാറ്റയായി. ഇത് നമ്മൾ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ഇമ്പൾസസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് 20 നമ്പേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. 20 നമ്പറിന് എത്ര ടൈം വേണം എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇൻപുട്ടിന് വേണ്ട ഫാക്ടേഴ്സ് കഴിഞ്ഞു. രണ്ടാമത് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന് വേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് റോ എന്താണെന്നുള്ള അറിയാം. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന് അഡീഷണൽ ആയിട്ടൊരു കോൾ ആവശ്യമില്ല. ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെയും അതിന് നമുക്കൊരു കോൾ ആവശ്യമില്ല. ഇനി വേണ്ടത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതേപോലെ തന്നെ ഹെഡ് എത്രയാണെന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. ഓക്കെ ആണല്ലോ. ഇത് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അടുത്ത ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്ചാർജും ഹെഡും ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് കണ്ടെത്താം. ഡിസ്ചാർജ് ഡിസ്ചാർജ് ക്യൂ. ഓക്കെ, ഡിസ്ചാർജ് ക്യൂ. എന്താ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാലോ, വോളിയം ബൈ ടൈം ആണ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വോളിയം ബൈ ടൈം. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മളൊരു ടൈം കണ്ടുപിടിച്ചു, അത് 20 ഇമ്പൾസസിന് എത്ര ടൈം ആണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഡിസ്ചാർജിന് വേണ്ട ടൈം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു വോളിയം ബൈ ടൈം ഡിസ്ചാർജ് കണ്ടെത്തുന്നതിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒന്ന് വോളിയം എത്രയാണെന്നുള്ളതാണ്, വോളിയം ഓഫ് കളക്ടിങ് ടാങ്ക്. രണ്ടാമത് ടൈം ആണ്, ടൈം ടേക്കൺ ഫോർ 10 സെന്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ. അതെന്താ 10 സെന്റിമീറ്റർ എന്ന് മെൻഷൻ ചെയ്തെന്നുള്ളത് പറയാട്ടോ. ഓക്കെ, ഇവിടെ ടൈം നമുക്കറിയാം, അവിടെ ടി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ വോളിയം എന്ന് പറയുന്നത് വി എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ബൈ ടി ഐ. വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ കാണുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് 0.4 ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് നമ്മൾ കളക്ടിങ് ടാങ്കിന്റെ മുഴുവൻ ഉയരം എടുക്കുന്നില്ല, ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ ആണ് നമ്മൾ ഉയരമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 മീറ്റർ ആണ്. അപ്പൊ ആ 10 സെന്റിമീറ്ററിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത്, 10 സെന്റിമീറ്റർ നിറയാൻ എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ആ സമയത്തില് ആ ടാങ്കിൽ ആ ഒരു ഹൈറ്റ് നിറയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വോളിയം നിറയുന്നതിന് വേണ്ടി വെള്ളം എന്ന് പറയുന്ന ആ പമ്പിന്റെ ഡിസ്ചാർജ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കാം സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വോളിയത്തിന് എന്താണ്? മീറ്റർ ക്യൂബ് ആണ് അല്ലെ? മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അതിന്റെ യൂണിറ്റ്, ഡിസ്ചാർജിന്റെ യൂണിറ്റ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്, ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മീറ്റർ ക്യൂബ്
പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ, ഇതുവരെയുള്ള കാര്യങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഘടകവും നമ്മൾ കണ്ടെത്തി. ഇനി വേണ്ടത് ഹെഡ് ആണ് അല്ലെ. ടോട്ടൽ ഹെഡ് എന്ന് പറയുന്ന ഒരു കോളം ഇവിടെ എഴുതാം. ടോട്ടൽ ഹെഡ്, ടോട്ടൽ ഹെഡ് എച്ച് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യും അല്ലെ. ടോട്ടൽ ഹെഡ് എച്ച് കിട്ടി. എന്താണ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്? നമ്മൾ പ്രഷറിന്റെ ടൈമിലാണ് നമ്മൾ ആ ഒരു ഹെഡ് കണ്ടെത്തിയിരുന്നത്. സക്ഷൻ ഹെഡും ഡിസ്ചാർജ് ഹെഡും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഹെഡ് കിട്ടുന്നത്. അപ്പൊ നോക്കാം, സക്ഷൻ പ്രഷർ പ്ലസ് ഡിസ്ചാർജ് പ്രഷർ അല്ലെ. സക്ഷൻ ഹെഡും ഡിസ്ചാർജ് ഹെഡും കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് മീറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ഹെഡ് കിട്ടും. അപ്പൊ ഇവിടെ ഹെഡ് കിട്ടാൻ ഇനിയും രണ്ട് ഘടകങ്ങൾ നമ്മൾ കണ്ടെത്താനുണ്ട് അല്ലെ. സക്ഷൻ പ്രഷർ കണ്ടെത്തണം, അതിനെ ഹെഡിൽ മീറ്ററിന്റെ ടേമിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രഷർ കണ്ടെത്തണം, അതിനെയും മീറ്ററിന്റെ ടേമിലേക്ക് മാറ്റണം. സക്ഷൻ പ്രഷർ എഴുതാം, സക്ഷൻ പ്രഷർ. ഓക്കെ, ഇവിടെ ഡിസ്ചാർജ് പ്രഷർ എന്ന് എഴുതാം, ഡിസ്ചാർജ് പ്രഷർ. സക്ഷൻ പ്രഷറും ഡിസ്ചാർജ് പ്രഷറും എഴുതി. ഓക്കെ, പി എസ് എന്ന് പറയുന്നത് സക്ഷൻ പ്രഷർ ആണ്, പി ഡി എന്ന് പറയുന്നത് ഡിസ്ചാർജ് പ്രഷർ ആണ്. അപ്പൊ ഇത് നമ്മൾ പ്രഷർ ഗേജസിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പ്രഷർ ഗേജിൽ നോക്കുമ്പോൾ നമുക്ക് മീറ്ററിന്റെ ടേമിലല്ല കണ്ടെത്തുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സക്ഷൻ പ്രഷർ mmHg-യിലും അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രഷർ kg/cm²-ലും ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സീരിയൽ നമ്പറിന് ഒരു കോൾ ആഡ് ചെയ്യാം. എന്നിട്ട് സക്ഷൻ പ്രഷറും ഡിസ്ചാർജ് പ്രഷറും ആഡ് ചെയ്യാം. അപ്പൊ ഈ സക്ഷൻ പ്രഷർ നമുക്ക് mmHg-യിലാണ്, നമുക്ക് മീറ്ററിലേക്കും കൂടി ഉള്ള വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. ഡിസ്ചാർജ് പ്രഷർ kg/cm²-ലാണ്, അപ്പോൾ മീറ്ററിലുള്ള വാല്യൂ അതിലും കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇവിടെ കോളം ആഡ് ചെയ്യാം. ഇവിടെ ഒരു കോൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിലും ഒരു കോൾ ആഡ് ചെയ്യാം. ഓക്കെ, സക്ഷൻ പ്രഷർ എത്രയാണ്? mmHg, mmHg. ഓക്കെ, ഇവിടെയോ ഡിസ്ചാർജ് പ്രഷറോ? kg/cm², kg/cm². ഓക്കെ ആണല്ലോ. ഇതിനെ രണ്ടിനെയും നമുക്ക് ഈ ഒരു ടേമിൽ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം? മീറ്ററിൽ കണ്ടെത്തണം. മീറ്റർ, ഇവിടെയും മീറ്ററിലുള്ള വാല്യൂ കണ്ടെത്തും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടാബുലർ കോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പി എസ് എന്ന് എഴുതാം, പി എസ് പി ഡി. ഓക്കെ ആണല്ലോ. ഇവിടെ ഫസ്റ്റത്തെ കോളം നമുക്ക് സീരിയൽ നമ്പർ ആയിട്ട് കൊടുക്കാമല്ലോ, എസ് എൽ നമ്പർ. ഓക്കെ, എസ് എൽ നമ്പർ. അപ്പൊ ഇത്രയാണ് ടാബുലർ കോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇനി ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഒന്നാമത്തെ കാൽക്കുലേഷൻ കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കാൽക്കുലേഷൻ നമ്മളൊന്ന് കൊടുക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് സക്ഷൻ പ്രഷർ ഒരു 470 എന്ന് കൊടുത്തു. 470 mmHg. അത് നമ്മൾ ഗേജിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് ഡിസ്ചാർജ് പ്രഷർ എത്രയാന്ന് നോക്കി. ഡിസ്ചാർജ് പ്രഷർ നമുക്കൊരു 0.3. ഓക്കെ, ഒരു ഉദ്ദേശം നമ്മളൊരു വാല്യൂ എടുത്ത് ചെയ്യണം കേട്ടോ. 0.3 kg/cm²-ൽ നമുക്ക് കിട്ടി. നമുക്ക് ടോട്ടൽ ഹെഡ് കിട്ടാനായിട്ടില്ല, കാരണം ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി വോളിയം ഓഫ് കളക്ടിങ് ടാങ്ക് നമ്മൾ പറഞ്ഞു 0.6 ഇൻറ്റു 0.4 ഇൻറ്റു 0.1. നമുക്കിവിടെ ചെയ്തു നോക്കാലോ. 0.6 ഇൻറ്റു 0.4 ഇൻറ്റു 0.1. നമുക്കറിയാം ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. 6 ഇൻറ്റു 4, 6×4 24 ഇൻറ്റു 1 24 തന്നെ അല്ലെ. 3 സ്ഥാനം മാറിയിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0.024 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്, 0.04 മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ വാല്യൂ എക്സാക്ട്ലി ഇവിടെ ആവശ്യമുള്ളൂ. 0.6 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേഷൻ ഷീറ്റിലാണ് മെൻഷൻ ചെയ്തത്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമുക്കൊരു 14 സെക്കൻഡ് എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ, ഒരു 14 സെക്കൻഡ് എന്ന് എടുക്കാം. ഇത്രയും ഡാറ്റാസ് മാത്രമേ നമുക്ക് എന്തെന്ന് ഒബ്സർവ് ചെയ്യാനുള്ളൂ? അപ്പാരറ്റസിൽ നിന്ന് ഒബ്സർവ് ചെയ്തെടുക്കാനുള്ളൂ. ഇവിടെയുള്ള ഒരു ടൈമും കൂടി അതിനകത്തുണ്ട്.
20 ബ്ലിങ്കിങ്സിന് സ്റ്റോപ്പ് വാച്ച് വെച്ച് നമുക്കൊരു 28 സെക്കൻഡ് എന്ന് എടുക്കാം. 28 സെക്കൻഡ്. അപ്പൊ ഈ 4 ഡാറ്റാസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഒന്ന്, ഇൻപുട്ട് കാണുന്നതിന് വേണ്ടി 20 ഇമ്പൾസസിന് എത്ര സെക്കൻഡ് സമയം വേണം. രണ്ടാമതായിട്ട് 10 സെന്റിമീറ്റർ കളക്റ്റിംഗ് ടാങ്കിൽ വെള്ളം നിറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 0.1 മീറ്റർ കളക്റ്റിംഗ് ടാങ്കിൽ വെള്ളം നിറയുന്നതിന് വേണ്ടിയിട്ട് എത്ര സെക്കൻഡ് സമയം വേണം. ഓക്കെ. അതേപോലെ തന്നെ സക്ഷൻ പ്രഷർ എത്രയാണ്, MMF/HG എത്രയാണെന്നുള്ളത് നോക്കാം. രണ്ടാമത് ഡിസ്ചാർജ് പ്രഷർ എത്രയാണെന്നുള്ളത് പ്രഷർ ഗേജിൽ നോക്കാം. കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്. ഇത്രയും ഡാറ്റാസ് ആണ് നമ്മൾ എടുക്കുക. ഇതിന് ശേഷമാണ് നമ്മുടെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. വ്യത്യസ്ത ഡിസ്ചാർജിൽ വെച്ച് ഇതേ ഡാറ്റ വീണ്ടും വീണ്ടും എടുക്കണം. ഓക്കെ. ഇപ്പോൾ 3-4 റീഡിങ്സ് നമ്മൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആവറേജ് എഫിഷ്യൻസി കാണും. ഇതിലുള്ള എഫിഷ്യൻസി നമ്മൾ കാണും. വ്യത്യസ്ത ഡിസ്ചാർജിൽ വെച്ചിട്ട് വീണ്ടും എഫിഷ്യൻസി കണ്ട് ആവറേജ് എഫിഷ്യൻസി നമ്മൾ കണ്ടെത്തും. ഓക്കെ. 470 MMF/HG ഇനി എങ്ങനെ മീറ്ററിലേക്ക് ആക്കാം. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് 470 ഇൻറ്റു, ഓക്കെ, ബ്രാക്കറ്റ് കൊടുക്കുക, 10.33 ഡിവൈഡഡ് ബൈ 760 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇവിടെ 10.33 മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ ഒരു സെക്ഷന്റെ ഭാഗമായിട്ട് വെള്ളത്തിന് ഉയരാൻ സാധിക്കുന്ന അളവാണ് 10.33 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെർക്കുറിന്റെ ടേമിൽ 760 MMF/HG എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാണ്. ഓക്കെ. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 470 ഇൻറ്റു 10.33 ഡിവൈഡഡ് ബൈ 760 ബ്രാക്കറ്റ് ഒരു കാരണവശാലും മിസ്സാവാൻ പാടില്ല. ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 6.388 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടി. 6.388. നമുക്ക് ഇവിടെ എഴുതാം സക്ഷൻ പ്രഷർ 6.388. ഓക്കെ. സക്ഷൻ പ്രഷർ കിട്ടിയാലോ, മീറ്ററിൽ കിട്ടി. ഇനി ഡിസ്ചാർജ് പ്രഷർ 0.3 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു പോയിന്റ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0.3 എന്നുള്ളതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പോയിന്റ് ഒരു സ്ഥാനം വലത്തേക്ക് മാറും. 3 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 6.388ഉം അതേപോലെ തന്നെ 3 എന്ന് പറയുന്ന വാല്യൂ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 9.388 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ. 9.388 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ഇതെന്താണ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കാണുന്നതിനുള്ള ഹെഡ് നമ്മളിപ്പോൾ കണ്ടെത്തി. ഇനി ഇവിടെ നമുക്കുണ്ട് ഡിസ്ചാർജ് കാണാൻ വേണ്ടിയിട്ട് 0.024ഉം അതിന് വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് 14 സെക്കൻഡുമാണ്. അപ്പോൾ വോളിയം ബൈ ടൈം ആണല്ലോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്ററിൽ, സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നോക്കുക, 0.024 ഡിവൈഡഡ് ബൈ 14 എത്ര കിട്ടി, 0.001714. 0.001714 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 1.714 ഇൻറ്റു 10⁻³ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ പോയിന്റിന്റെ ടേമിൽ നമ്മൾ എഴുതി. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ട ഡിസ്ചാർജ് നമ്മൾ കണ്ടെത്തി, ഹെഡും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. ഇനി ഇൻപുട്ട് കാണാൻ വേണ്ടിയിട്ട് n നമ്പർ, അല്ലെ, 20 ആണ്. അതിനു വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് 28 സെക്കൻഡ് ആണ്. അപ്പൊ ഇൻപുട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് ക്ലിയർ ചെയ്യാം. ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വാല്യൂ തെറ്റിപ്പോവും. ഓക്കെ. 3600 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഇൻറ്റു 0.8 മോട്ടറിന്റെ എഫിഷ്യൻസി ആണ്, അല്ലെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 3200 ഇൻറ്റു എത്രയാണ് ടൈം, 28 സെക്കൻഡ്. 28 സെക്കൻഡ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നത്, 0.642 എന്ന് പറഞ്ഞു, അല്ലെ, അല്ലെങ്കിൽ 0.643 എന്ന് കൊടുക്കാം. 0.643. ഓക്കെ ആണല്ലോ. നമുക്ക് ഇൻപുട്ട് പവർ എത്ര കിട്ടി, 0.643 കിലോ വാട്ട് എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ ഡിസ്ചാർജ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഹെഡും നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇക്വേഷനിലേക്ക് കൊടുക്കാം. ക്ലിയർ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000.
1000 into G 9.81 into discharge 0.00001714 into head എത്രയായിരുന്നു 9.388 9.388 ഓക്കെ ആണല്ലോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡഡ് ബൈ 1000 എത്ര നമുക്ക് കിട്ടിയേ 0.157 അല്ലെ, അല്ലെങ്കിൽ 0.158 എന്ന് എടുക്കാം. 0.158 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇൻപുട്ട് കിട്ടി, ഔട്ട്പുട്ടും കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി ഇക്വേഷനിൽ കൊടുത്താൽ മതിയല്ലോ. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താ? ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് എന്ന് കൊടുക്കരുത്. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ആണ്. ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് എത്രയായിരുന്നു? ഔട്ട്പുട്ട് 0.158 ഡിവൈഡഡ് ബൈ 0.643 0.643. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഒരു വാല്യൂ കിട്ടി ഇൻറ്റു 100. ഓക്കെ അല്ലേ? എത്ര കിട്ടി? 24.57 എന്ന് കിട്ടി. 24.57% നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഡിസ്ചാർജിൽ ഈ ഒരു പമ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, 24.57. അപ്പൊ ഇതൊരു കാൽക്കുലേഷൻ ആണ്. വ്യത്യസ്ത ഡിസ്ചാർജിൽ നമ്മൾ ഈ എഫിഷ്യൻസികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസും ടാബുലാർ കോളം എന്ന് പറയാം. അപ്പൊ ഇത് ടാബുലാർ കോളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അല്ലെങ്കിൽ ഏത് എക്സ്പെരിമെന്റ് ആവട്ടെ, നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങളെ നമ്മൾ എഴുതുക. എന്താണ് കണ്ടെത്തേണ്ടത്? ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എഴുതുക. അതിനകത്ത് നമുക്ക് ഇനി കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അത് ടാബുലാർ കോളത്തിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കോളങ്ങൾ വരച്ച് അതിനകത്ത് രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. ടാബുലാർ കോളം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.